ഹലോ മക്കളെ, 10th മാത്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ബോർഡ് എക്സാമിന്റെ വെയിറ്റേജ് തന്നെയാണ്. അതിഗംഭീരമായിട്ടാണ് ബോർഡ് എക്സാമിന് ഓരോ ചോദ്യവും ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാറ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ മാർക്ക് നഷ്ടപ്പെടുന്ന ചാപ്റ്റർ തന്നെയാണ് ട്രിഗണോമെട്രി. സോ ഈ കാണുന്ന ചാപ്റ്റർ ഈസി ആകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുക. കംപ്ലീറ്റ് ബേസിക്സ് മനസ്സിലാക്കുക. ആദ്യമായിട്ട് എല്ലാ മക്കളും ബേസിക്സ് ആണ് തറവാക്കേണ്ടത്. ബേസിക്സ് തറവാണെങ്കിൽ വളരെ സുഖമായിട്ട് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഈ കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ടൊന്ന് കണ്ടുകൊണ്ട് കംപ്ലീറ്റ് ബേസിക്സ് എല്ലാവരും മനസ്സിലാക്കും. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. ട്രിഗണോമെട്രി. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ സ്കൂളിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സൈൻ, കോസ്, ടാൻ, ഓക്കെ, കൊസീക്, സീക്ക്, കോട്ട്, ഇങ്ങനെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ കാണുന്ന പേര് വരുന്നത്, അത് എന്തിന്റെ ബേസിലാണ്? മക്കളെ എല്ലാവരും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. യെസ്, റൈറ്റ് ആംഗിൾ അറ്റ് സം ഞാൻ പറഞ്ഞു ബി, വിഷയമല്ല. ഇത് എ, ഇത് ബി, ഇത് സി. അങ്ങനെ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഞാനിത് ഈ കിടക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് സിമിലർ ആയിട്ട് മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. നോക്കിയേ, എല്ലാവരും നോക്കാം. ഞാൻ ഈ പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് സിമിലാരിറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. ട്രയാങ്കിൾസിനകത്ത് അതിഗംഭീരമായിട്ട് സിമിലാരിറ്റി പറ്റി നിങ്ങൾ പഠിച്ചു കാണും. ഇതിനോട് സിമിലർ ആയിട്ട് ട്രയാങ്കിൾ സെയിം തന്നെ. ഇങ്ങനെ എടുത്തു. നിങ്ങളിങ്ങനെ ഈ പറയുന്ന എ ബി സിയോട് സിമിലർ ആയിട്ട് ഏത് ട്രയാങ്കിൾ എടുത്താലും, ഓക്കെ, ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും എടുത്തോളൂ. എന്താ ഡി എഫ് എഴുതി. എ ബി സിയുടെ ഞാനിതാ ഒരു ആംഗിൾ എടുത്തു മക്കളെ. സം ആംഗിൾ ദാ ഇവിടെ വിളിച്ചു ആംഗിൾ സി. ഓക്കെ, ആംഗിൾ സി എടുത്തു. ഇവിടെ എന്താണ് എ ബിയും എ സിയും തമ്മിലുള്ള റേഷ്യോ എടുത്തു. എ ബി ബൈ എ സി റേഷ്യോ കേട്ടോ, എ ബി ബൈ എ സി. ഇവിടെയും അതുപോലെ തന്നെ ഈ കാണുന്ന ആംഗിൾ സി ആണിത്, ഇവിടെ വരുന്ന ആംഗിൾ എഫ്. കറസ്പോണ്ടിംഗ്ലി ഞാൻ എന്തെടുത്തു, ഞാനിതാ ഇവിടെയും ഓക്കെ എ ബിക്ക് പകരം ആരാ, എ ബിക്ക് പകരം വന്നിരിക്കുന്നത് ഡി ഇ ആണ്. ഡി ഇ ഡിവൈഡഡ് ബൈ എന്താ വേണ്ടേ, എ സി. ഹൈപ്പോട്ടന്യൂസ് ആണിത്. ഇവിടെ ആരാ ഹൈപ്പോട്ടന്യൂസ്, അത് ഡി എഫ് ആണ്. ഡി ഇ ബൈ ഡി എഫ്. ഞാൻ റേഷ്യോ കണ്ടു. ബേസിക്കലി ഇവിടെ ഹൈറ്റിന്റെയും അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസിന്റെയും റേഷ്യോ കണ്ടു. ഇവിടെയും ഹൈറ്റിന്റെയും ഹൈപ്പോട്ടന്യൂസിന്റെ റേഷ്യോ കണ്ടു. ഈ പറയുന്ന റേഷ്യോ സിമിലർ ട്രയാങ്കിൾസിൽ എക്കാലവും സെയിം ആയിരിക്കും. അതായത് എ ബി ബൈ എ സി എന്ന് പറയുന്നതും ഡി ഇ ബൈ ഡി എഫ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്, സെയിം ആണ്, മാറ്റമില്ല. അങ്ങനെ മാറ്റം വരാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ ഇവ ഒരിക്കലും മാറുന്നില്ല കേട്ടോ എന്ന് മനസ്സിലായി. ഇവനെ നമ്മൾ പേരെടുത്ത് വിളിച്ചു സൈൻ എന്ന് പറഞ്ഞു. അതായത് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതാണ് നമ്മുടെ പ്രിയപ്പെട്ട എ ബി. അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് ഓപ്പോസിറ്റ്, എങ്ങനെയാണ് അഡ്ജസന്റ്, എങ്ങനെയാണ് ഹൈപ്പോട്ടന്യൂസ്, എല്ലാം തന്നെ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ടാകാം. നമുക്കൊരു വേറെ ഫിഗർ പരിശോധിക്കാം മക്കളെ. എല്ലാവരും നോക്കൂ. ഇതേ വളരെ സുഖമായിട്ട് നമ്മൾ അതിഗംഭീരമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് നമ്മളുടെ ഈ കിടക്കുന്ന ഹൈറ്റും ഈ പറയുന്ന എല്ലാം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നു. ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ ഞാൻ പറഞ്ഞു സം ബി തന്നെ എടുക്കാം. എ ബി സി. ഇവിടെ ആംഗിൾ ഇവിടെ ആംഗിൾ ഉണ്ട്. ഇനി നമുക്ക് ആംഗിളിനൊരു സ്റ്റാൻഡേർഡ് പേരെന്ന രീതിക്ക്, നെയിം എന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം തീറ്റ. നൊട്ടേഷൻ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ നൊട്ടേഷൻ ടു റെപ്രസെന്റ് ദി ഗിവൺ ആംഗിൾ സി. നിങ്ങൾക്ക് വേണമെങ്കിൽ തീറ്റയ്ക്ക് പകരം വേണമെങ്കിൽ വിളിച്ചോളൂ ഫൈ, നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ വിളിച്ചോളൂ സി, വേണമെങ്കിൽ വിളിച്ചോളൂ എ, വേണമെങ്കിൽ വിളിച്ചോളൂ എക്സ്, എന്ത് വേണമെങ്കിലും വിളിക്കാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എന്ത് വിളിച്ചു, തീറ്റയാണ് പൊതുവെ ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു, തീറ്റ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഗൈസ്, ഈ പറയുന്ന തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഒപ്പം കടക്കുന്ന സൈഡ് വിച്ച് ലൈസ്, ഓക്കെ, ഈ പറയുന്ന തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്, ഇവിടെ രണ്ട് പേരുണ്ട്. ഒന്ന് ബി സിയും ഒന്ന് എ സിയും. എ സിക്ക് മറ്റൊരു പേര് വിളിക്കാൻ പറ്റും. ഇറ്റ്സ് നത്തിങ് ബട്ട് ഹൈപ്പോട്ടന്യൂസ്. ഇതാരാ, പ്രിയപ്പെട്ട ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എന്ത് വിളിക്കാൻ പറ്റും, ബി സിയെ ഒപ്പം കടക്കുന്ന സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജസന്റ് സൈഡ്. സോ ബി സി എന്ന് പറയുന്നത് അഡ്ജസന്റ് ആയി. ഓക്കെ, ഇനി തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ മേക്ക് ചെയ്യാത്തൊരു സൈഡ് ഉണ്ട്. ഈ കാണുന്ന രണ്ട് സൈഡ്സ് ആണ് നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കുന്നത്. ഒരു സൈഡ് നമുക്ക് എന്താണ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതാരാ, അത് എ ബി. അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡ്. സോ തീറ്റ പൊസിഷൻ മാറുമ്പോൾ കംപ്ലീറ്റ് മാറും.
തീറ്റയുടെ ബേസിലാണ് എല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഇതേപോലെ നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, യെസ്, റൈറ്റ് ആംഗിൾ ഞാൻ പറഞ്ഞു ബി തന്നെ, മാറ്റമൊന്നുമില്ല. ഇവിടെ എ എടുത്തു, ഇവിടെ സി എടുത്തു. ഗൈസ്, ഇവിടെ ഞാൻ ആംഗിൾ ഇവിടെ എടുത്തു, തീറ്റ, ഹീസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇനി പറയും നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഓപ്പോസിറ്റ്? ഇതാണ് ഏറ്റവും അധികം പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവം. നിങ്ങളിങ്ങനെ ഒരു ഫിഗർ വരയ്ക്കും, എൻ്റെ എപ്പോഴും പറയും ഇവനാണ് ഓപ്പോസിറ്റ്, ഇതാണ് അഡ്ജസൻറ്റ്, ഹൈപ്പോട്ടന്യൂസ്, ബൈ ഹാർട്ട് ചെയ്യും. അങ്ങനെയല്ല കളി, അതല്ല കളി ഇവിടുത്തെ. ഈ തീറ്റയുടെ ബേസിൽ നോക്കുക, തീറ്റയുടെ ഒപ്പം കിടക്കുന്ന സൈഡ്സ് ഇവ രണ്ടുപേരുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൻ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളവൻ, അതാണ് ഹൈപ്പോട്ടന്യൂസ്. സുധാര ഇത് അഡ്ജസൻ്റ് ആയി മാറി. ആൻഡ് തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണോ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓപ്പോസിറ്റ് സൈഡ്. സോ ഇങ്ങനെ നമുക്ക് അഡ്ജസൻറ്റും ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും മാറിക്കൊണ്ടിരിക്കുമെന്ന് എല്ലാ മക്കളും നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റും മനസ്സിലാവുകയുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ SINE ആണ് വരുന്നത്. സൈൻ SINE. ഓക്കെ, ഓരോ ആംഗിളിനെ ബേസാണ് വരുന്നത്. നമുക്ക് എന്തായാലും കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ തീറ്റ വെച്ച് പഠിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ തന്നെ തീറ്റ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, സോ എല്ലാ മക്കളും ശ്രദ്ധിച്ചോണത് പഠിക്കുവാൻ വേണ്ടിയെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ സൈൻ തീറ്റയിലേക്ക് നമ്മൾ പോകുന്നു. സോ എങ്ങനെയാണ് നമ്മൾ സൈൻ തീറ്റ പഠിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ മക്കളും മനസ്സിലാക്കണം. ഞാൻ നേരെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ഇത് ABC എന്ന് പേര് വിളിച്ചു. റൈറ്റ് ആംഗിൾ ബി ആൻഡ് ഹിയർ ഇറ്റ്സ് തീറ്റ. സോ സൈൻ തീറ്റ SINE, അതാണ് സൈൻ ഫുൾ വരുന്നത്. നമുക്ക് എന്താണ് ചെറുതാക്കി വിളിക്കുമ്പോൾ സൈൻ എന്ന് പറഞ്ഞു വിളിച്ചു, സൈൻ. ആൻഡ് ഇവിടുത്തെ ആംഗിൾ തീറ്റ, സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് ക്ലാസ് മനസ്സിലാക്കണം. ഇറ്റ്സ് ഓൾവേസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുണ്ടാക്കുന്ന റേഷ്യോ, ഈ കാണുന്ന റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സൈൻ, സൈൻ തീറ്റ. ഞാൻ മുന്നോട്ട് പോകുന്നു, ശ്രദ്ധിക്കണം എല്ലാവരും. നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ഫിഗറിനകത്ത് പറയാൻ പറ്റും ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് AB ആണ്, AB ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? AC, AB ബൈ AC. ഇതാണ് നമ്മുടെ സൈൻ തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെ സൈൻ തീറ്റ കഴിഞ്ഞു. ഞാൻ നേരെ തന്നെ കോസ് തീറ്റയിലേക്ക് വന്നു. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൊസൈൻ എന്നാണ്. കൊസൈൻ, COSINE, കൊസൈൻ. പക്ഷെ നമ്മൾ എന്താണ് ആദ്യം അക്ഷരം മാത്രം, ആദ്യം 3 അക്ഷരം മാത്രം വിളിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവനെ വിളിക്കാൻ പറ്റും കോസ്. സോ കോസ് ഓഫ് എൻ ആംഗിൾ, കോസ് തീറ്റ എന്ന് പറയാം. സോ കോസ് തീറ്റ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ക്ലാസ് എല്ലാവരും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ബേസിക്കലി എല്ലാം റേഷ്യോ ആണ്. നമ്മൾ ട്രയാങ്കിളിനകത്ത് അഡ്ജസെന്റ് സൈഡ് എടുക്കുക, അതായത് ഇവിടുത്തെ BC ആണ് അഡ്ജസെന്റ്. തീറ്റയുടെ ഒപ്പം കിടക്കുന്നതാണ് അഡ്ജസെന്റ്. സോ BC അഡ്ജസെന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം AC ആണ്, AC. ഇതാണ് കോസ് തീറ്റ. ഞാൻ മൂന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോയ്ക്ക് പോകുന്നു. ആൻഡ് ഇറ്റ്സ് നത്തിങ് ബട്ട് ടാൻജെന്റ്. ടാൻജെന്റ്, ദേ നോക്ക്, ടാൻജെന്റ്. അവിടെ നമുക്ക് മടിയുണ്ട്, ആദ്യം 3 അക്ഷരം ടാൻ. സോ തേർഡ് thing, it's nothing but tan theta. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസൻറ്റ് സൈഡ്. സോ ഇവിടെയുള്ള ഓപ്പോസിറ്റ് നമുക്കറിയാം അത് AB ആണ്, AB ബൈ അഡ്ജസൻറ്റ് അത് നമുക്കറിയാം BC ആണ്. സോ AB ബൈ BC, ഇതാണ് മക്കളെ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന 3 പേരാണ് നമ്മൾ പഠിക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് 3 ട്രിഗണോമെട്രിക് റേഷ്യോ. ഇവർ ഓർത്തിരിക്കാൻ വേണ്ടി ഒരുപാട് എളുപ്പവഴിയുണ്ട്. നിങ്ങൾക്ക് എന്താണ് വളരെ സുഖമായിട്ട് ഓഫ് ഓഹേ, ഓക്കെ, ബാച്ചിൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഓഫ് എന്ന് ഓർത്തിരിക്കുക. ഓയേ, എന്താ ഇതാണ് ട്രിഗണോമെട്രിക് റേഷ്യോ. എല്ലാത്തിലും ഒരു ബൈ കൊടുക്കാം. എങ്ങനെയാ? O/H, ഇറ്റ്സ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് OA, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അതായത് ട്രിഗണോമെട്രിക് റേഷ്യോ അല്ലെ, സൈൻ ആണ് ആദ്യം കിടക്കുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് സെക്കൻഡ് വൺ നോക്കിയേ, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ്. ആൻഡ് ഫൈനലി ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടാൻ. സോ ഇങ്ങനെ നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് 3 ട്രിഗണോമെട്രിക് റേഷ്യോ പഠിക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാം നമുക്ക് ഈ കാണുന്ന 3 പേരെയും മനസ്സിലായല്ലോ. ഇനി ഇവന്മാരുടെ റെസിപ്രോക്കൽ, ഇവന്മാരുടെ തലതിരിച്ചിട, അതിന്റെ പേരാണ് അടുത്ത 3 പേർ. ഓക്കെ, നമ്മൾ അടുത്ത ആൾ പഠിക്കുന്നു കൊസീക്കൻറ്റ്. കൊസീക്കൻറ്റ്
നമ്മൾ അവനെ നോക്കിയേ കൊസീക്കനെ ചെറുതാക്കി വിളിക്കുന്നു കൊസീക്ക്. ഓക്കെ, കൊസീക്ക്. ഈ കാണുന്ന കൊസീക്ക്. ഒറ്റ ചോദ്യം അല്ല, നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. കാരണം എന്താണെന്ന് അറിയോ, കൊസീക്കും അടുത്ത ആളും എപ്പോഴും എല്ലാവർക്കും മാറും. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മാറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കാറ് എങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. സോ കൊസീക്കൻറ്റ്, ഞാനതിനെ കൊസീക്ക് എന്ന് വിളിച്ചു, കൊസീക്ക്. ആൻഡ് ഇറ്റ്സ് തീറ്റ, കൊസീക്ക് തീറ്റ. ഓർത്തിരിക്കുക, സൈനിനെ റെസിപ്രോക്കൽ, സൈനിനെ തിരിച്ചെടുക്കുക, അതാണ് കൊസീക്ക്. അതായത് സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് തിരിച്ചു, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഇതാണ് കൊസീക്ക്. ആൻഡ് സീക്ക്, നമ്മളതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സീക്കൻഡ് ആണ്. സീക്കൻഡിനെ ചെറുതാക്കി 3 അക്ഷരമാക്കി ചെറുതാക്കി സീക്ക് എന്ന് വിളിച്ചു. സീക്ക് തീറ്റ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോസിന്റെ റെസിപ്രോക്കൽ. കോസ് നമുക്കറിയാം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, നേരെ തിരിക്കുക ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. ആൻഡ് ഫൈനലി കോടാൻജന്റ്. കോടാൻജന്റിലെ ആദ്യ 3 അക്ഷരം 3 letters, ഇറ്റ്സ് കോട്ട്. തീറ്റ, ടാനിനെ തിരിച്ചാൽ കോട്ട് കിട്ടും. ടാൻ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഇറ്റ്സ് നത്തിങ് ബട്ട് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. ഇനി ഉറപ്പ് പറയാണ്, ഫ്യൂച്ചറിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവും. ആരാന്നറിയോ, സീക്കും കൊസീക്കും. സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ ആണോ അതോ സൈനിന്റെ ആണോ റെസിപ്രോക്കൽ? സംശയം. അതോ കൊസീക്ക്? അങ്ങനെ ആലോചിക്കും. ഇത്ര മാത്രം. ഇതിലാരാ? കോസ് ഉണ്ട്. അപ്പൊ കൊസീക്ക് കോസിന്റെ റെസിപ്രോക്കൽ അല്ല. ഇത്ര മതി. കൊസീക്കിൽ ആരുണ്ട്? കോസ് ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, കൊസീക്ക് എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ അല്ല, അവൻ സൈനിന്റെ ആണ്. നേരെ ഓപ്പോസിറ്റ് ഉൾട്ടിയാണ്, സൈനിന്റെ ആണ്. ഇതിലാരുമില്ല. അപ്പോൾ ഈ 2 പേരിൽ ഏതെങ്കിലും ഒരാളെ മാത്രം ഓർത്തിരിക്കുക. കൊസീക്ക് എന്ന് പറയുന്നത് അതിൽ കോസ് ഉള്ളത് കൊണ്ട് കോസിന്റെ റെസിപ്രോക്കൽ അല്ല, അത് സൈനിന്റെ ആണ്. സോ ഓട്ടോമാറ്റിക്കലി അടുത്ത ആൾ എന്തായിരിക്കും? അത് കോസിന്റെ ആയിരിക്കും. അത് കോമൺ സെൻസ് ആണ്. ഇത് പിന്നെ മാറൂല. കോട്ടും ടാനും മാറൂല. ഇതാണ് എല്ലാ മക്കളും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ആദ്യ സംഭവങ്ങൾ. ഞാൻ ഇവിടെ നിന്ന് ഒരു കാര്യം കാണിച്ചു കേട്ടോ. ഞാൻ ഈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞില്ലേ, റെസിപ്രോക്കൽ അത് എങ്ങനെയാണ് വരുന്നതൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, സൈൻ തീറ്റ നമ്മൾ പഠിച്ചു, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് പഠിച്ചു. ഞാൻ ഈ കിടക്കുന്ന ഓപ്പോസിറ്റ് ഉണ്ടല്ലോ നേരെ താഴെ കൊണ്ടുപോകും, അടിയിരിക്കും കേട്ടോ. ഇപ്പം എന്ത് കിട്ടും? ഓപ്പോസിറ്റ് താഴെ വന്നു കേട്ടോ. ഇവൻ ഇവിടെ ഇല്ലാണ്ടാവുമ്പോൾ എന്തായി? അവിടെ 1 കിട്ടി. ഓക്കെ, ഇവിടെ ഓപ്പോസിറ്റിൽ ഞാൻ താഴെ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കുക അവിടെ ഓപ്പോസിറ്റ് ഇല്ലാണ്ടായി. ഓപ്പോസിറ്റ് ഇല്ലാണ്ടാവുമ്പോൾ എന്ത് കിട്ടി? ഇവിടെ 1 കിട്ടി. 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, അത് കൊസീക്ക് ആണ്. ഇവിടെ പഠിച്ചിരുന്നു. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് ഇറ്റ്സ് നത്തിങ് ബട്ട് കൊസീക്ക്. സോ എന്ത് എഴുതാൻ പറ്റി? 1 ഡിവൈഡഡ് ബൈ കൊസീക്ക് തീറ്റ. അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കൊസീക്ക് തീറ്റ. ഈ കാണുന്ന പ്രൂഫ് ആരും പഠിക്കണ്ട, ഇങ്ങനെ വന്നത് ആരും പഠിക്കണ്ട. ഓർത്തിരിക്കുക, സൈൻ തീറ്റ എന്താ മക്കളെ? അത് 1 ബൈ കൊസീക്ക് തീറ്റയാണ്. അതുപോലെ തന്നെ കൊസീക്ക് തീറ്റയോ? കൊസീക്ക് തീറ്റ ഇറ്റ് ഇസ് സെയിം ആസ് 1 ബൈ സൈൻ തീറ്റ. നേരെ തിരിച്ചും പറയാൻ പറ്റും. ഈ ലോജിക്ക് എല്ലാവർക്കും കിട്ടി. ഇനി ഞാൻ ബാക്കിയുള്ളതിന്റെ ലോജിക്ക് പറയുന്നില്ല, നമുക്ക് നേരെ തന്നെ പറയാം. നമ്മൾ പഠിച്ചിരുന്നു കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ 1 ബൈ സീക്ക് തീറ്റയാണ്. പ്രൂഫ് മാറ്റമില്ല, മുമ്പ് പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ഫൈനലി നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റ റെസിപ്രോക്കൽ. സോ 1 ബൈ കോട്ട് തീറ്റ. എല്ലാവരും ഇത് എഴുതുമ്പോൾ തന്നെ ഇതിനോടൊപ്പം തന്നെ സൈഡിൽ എഴുതി വെക്കണം. ഇവിടെ നിന്ന് എഴുതാൻ പറ്റും സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ. കണ്ടോ? ആൻഡ് ഫൈനലി ഇവിടെ എന്താണ്? കോട്ട് തീറ്റ ഇറ്റ് ഇസ് സെയിം ആസ് 1 ബൈ ടാൻ തീറ്റ. എല്ലാവരും ഈ കാണുന്ന ഭാഗം പഠിച്ചു. ഇതാണ് സ്ലൈഡ്സ്. ഓക്കെ, സോ സ്ലൈഡ്സിന് വേണ്ടി എല്ലാ മക്കളും നിർബന്ധമായിട്ടും സൈലത്തിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം, യാതൊരു സംശയവും. ആൻഡ് അത് ഗംഭീരമായിട്ട് ഡെയിലി ലൈവ് ക്ലാസ് കണ്ട് ഞങ്ങളോടൊപ്പം പഠിക്കുവാനായിട്ട് എല്ലാവരും സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു. അത് ഗംഭീരമായിട്ട് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ പാടും വളരെ ഈസി ആക്കിയിട്ട് ആദ്യമായി പഠിച്ചു തീർത്ത് ക്ലാസ്സിലെ ഫസ്റ്റ് ആവാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഒരു ചെറിയ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഇസ് നത്തിങ് ബട്ട് എന്താണ് ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ? പണ്ടത്തെ ഒരു ചോദ്യോ അറിയാണ്ട് എഴുതിപ്പോയി ഡാഷ്. എന്താ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ആരാണെന്നൊരു ചോദ്യം. പണ്ടത്തെ ക്വസ്റ്റ്യനാ, ബോർഡത്തെ ക്വസ്റ്റ്യനാ. എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമുണ്ട്. ടാൻ തീറ്റ എന്ന് പറയുന്നത്
ഗൈസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1/cot theta. സോ ഈ കാണുന്ന കോട്ട് തീറ്റ നേരെ ലെഫ്റ്റിലേക്ക് വന്നാൽ അത് ഇൻറ്റു കോട്ട് തീറ്റ ആയിട്ട് മാറി. അതായത് ടാൻ തീറ്റ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1. എന്താ ചെയ്ത് ഈ പറയുന്ന കോട്ട് തീറ്റ നേരെ ഇവിടെ വന്നു, അത് 1 എന്ന് കിട്ടി. ഇങ്ങനെ ആലോചിക്കാം. അതും അല്ലെങ്കിൽ പഠിക്കാം ഇങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത്, ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾക്ക് ആവശ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ടാൻ തീറ്റ ഇൻറ്റു ഈ കാണുന്ന ടാൻ തീറ്റ അതുപോലെ എഴുതി. ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോട്ട് തീറ്റ. കോട്ട് തീറ്റയെ ടാനിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തെഴുതും, 1/tan തീറ്റ. ഇതാ ടാനും ടാനും ക്യാൻസൽ, ദി ആൻസർ ഇസ് 1. സോ ഇങ്ങനെയൊക്കെ എന്താണ് പറയാൻ വേണ്ടി സാധിക്കും. ആൻഡ് സൈൻ ഇൻറ്റു കോസെക് ഇറ്റ്സ് 1. അതിന് ഞാൻ കൂടുതൽ പറയണ്ട. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടാൻ ഇൻറ്റു കോട്ട് ഈക്വൽ ടു 1. മക്കളെ മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ഓർത്ത് വെക്കണം, മനസ്സിലാക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന കേട്ടോ. ഞാൻ നേരെ തന്നെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഹോപ്പ് യു ഓൾ ആർ ഫൈൻ റൈറ്റ് നൗ. ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ കാര്യം പറയുന്നു. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇറ്റ് ഈസ് ടാൻ തീറ്റ. ആൻഡ് തിരിച്ചു റെസിപ്രോക്കൽ എടുത്തു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോട്ട് തീറ്റ. കഴിഞ്ഞു. ഇവനെ തിരിക്കുമ്പോൾ ഇവനെയും തിരിക്കണം. 1/tan തീറ്റ ഇറ്റ് ഈസ് കോട്ട് തീറ്റ. സോ ദാറ്റ്സ് ഓൾ for the theory. And moving on to the question. Given tan എന്ന് പറഞ്ഞാൽ 4/3 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് other trigonometric ratio sin a cos a sec a cosec a and cot a. ഇത് കണ്ടപാടെ ഒരാൾ എഴുതാൻ പറ്റും. അതാരാ? tan a 4/3 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ എഴുതാൻ വേണ്ടി പറയുമ്പോൾ ഒരാളെ നമുക്ക് ഒന്നുമില്ലാതെ പുട്ടുപോലെ എഴുതാം. മറ്റാരുമല്ല, അത് കോട്ടയാണ്. കോട്ട് എ. എങ്ങനെ ആശാനെ എങ്ങനെ പറ്റും? ആശാനെ ടാനിന്റെ റെസിപ്രോക്കൽ കോട്ട്, അതായത് ടാനിനെ തിരിച്ചിടുക, കോട്ട് കിട്ടും. ടാൻ 4/3 ആണെങ്കിൽ 4/3 റെസിപ്രോക്കൽ അല്ലെങ്കിൽ തിരിച്ചിടുക 3/4, അതാണ് കോട്ട്. അത് കിട്ടി, 1 മാർക്ക് കിട്ടിയില്ലേ. ഇനി ബാക്കിയുള്ളത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ നേരെ ട്രയാങ്കിൾ വരച്ചു. കൊള്ളാം, നല്ല ട്രയാങ്കിൾ. ആൻഡ് എ ബി സി പേരിട്ടു, ABC. ഗുഡ് മക്കളെ. ഇവിടെ 4/3 ആണ്. അപ്പോൾ ടാൻ എ 4/3 എന്ന് പറഞ്ഞാൽ ടാൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഒന്ന് കമ്പയർ ചെയ്തെല്ലാവരും. എന്താണ് ഓപ്പോസിറ്റ്? ന്യൂമറേറ്റർ ആണ് ഓപ്പോസിറ്റ്. അപ്പോൾ ന്യൂമറേറ്റർ 4 ആണ്. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് ഇതാണ് സൈഡ്, അതാണ് 4. മക്കളെ നിങ്ങൾ 4 എന്ന് മാത്രം എഴുതുക, കാരണം ഇത് റേഷ്യോ ആണ്. റേഷ്യോ ആയതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ 4K എന്ന് എഴുതാം. 4K ബിക്കോസ് ഇത് റേഷ്യോ ആയതുകൊണ്ട് മാത്രമാണ് 4K എന്ന് പറയുന്നത്. ഇനി നമ്മൾ ത്രൂ പ്രാക്ടീസ് അവിടെ 4 ഒക്കെ എഴുതുന്നുണ്ടാകും. അത് ഭാവിയിൽ നിങ്ങൾ +1 അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ എന്താണ്, നമ്മൾ ഒരിക്കലും ഇവിടെ 4K എന്ന് എഴുതൂല. അത് 4 മാത്രമേ എഴുതാറുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടുത്തെ ഇമ്പോർട്ടൻസ് ഈ ട്രയാങ്കിൾ അല്ല, ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് 10th ക്ലാസ്സിൽ ഈ കാണുന്ന കോൺസെപ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നിങ്ങൾ 4K എഴുതാണ് സേഫ്റ്റി. ഓക്കെ. ആൻഡ് ഇവിടെയോ AB എന്ന് പറയുന്നത് മക്കളെ അഡ്ജസെന്റ്, അത് 4. അതായത് ഈ പറയുന്ന ആംഗിൾ എയുടെ അഡ്ജസെന്റ് ആണിത്, ഈ കിടക്കുന്ന AB. അത് നമുക്ക് കിട്ടി 3 ആണ്. സോ 3 എഴുതാൻ മാത്രം പാടില്ല, ഒരു കെയും കൂടി 3K. ഹൈപ്പോട്ടെന്യൂസ് വേണം. ഇറ്റ്സ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഓൾവേസ് യൂസ് പൈത്തഗോറസ് തിയറം. എപ്പോഴും പൈത്തഗോറസ് തിയറം ഉപയോഗിക്കുക. അതായത് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ആൻഡ് AC സ്ക്വയർ നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഈക്വൽ ടു AB സ്ക്വയർ. ഹു ഇസ് AB? AB ഇറ്റ്സ് 3K. So 3K and a square, 3 and a square 9, and K and a square, K square 9K square plus BC square. BC എന്ന് പറയുന്നത് നോക്കി ഇവിടെ ഉണ്ട്, 4 ഉണ്ട്. 4 and a square 16, K and a square K square. So 25K square. ഇതാണ് മക്കളെ AC സ്ക്വയർ. സോ AC എന്താണ്? AC എന്ന് പറയുമ്പോൾ ആദ്യം 25 റൂട്ട് എല്ലാവർക്കും അറിയാം 5 എഴുതി. അടുത്തത് K സ്ക്വയർ റൂട്ട് എല്ലാവർക്കും അറിയാം K, 5K. ഇനി നിങ്ങൾ K ഇല്ലാണ്ടൊക്കെ ചെയ്തിട്ടേ ലാസ്റ്റ് എന്താ ചെയ്താൽ മതി, ലാസ്റ്റ് ഇവിടെ എഴുതുമ്പോൾ ഒരു 5K ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. സോ 3, 4, 5 അഥവാ 3K, 4K, 5K. ആവശ്യം ആദ്യം കണ്ടുപിടിക്കുന്നു സൈൻ എ കാണുന്നു. മക്കളെ പറയൂ, എന്താണ് സൈൻ എ? സൈൻ എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ കിടക്കുന്ന ട്രയാങ്കിൾ എ ഉണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയേ. ആംഗിൾ എ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് അത് 4K ആണ്. അത് സംശയമുള്ളവർ എന്താണ്, ഇവിടെ ഓപ്പോസിറ്റ് എന്ന് എഴുതുക, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എഴുതുക, സോറി അഡ്ജസന്റ് എന്ന് എഴുതുക.
ആൻഡ് ഇവനെയോ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് എഴുതി വെക്കാം കേട്ടോ. സിമ്പിൾ. ഓക്കെ, സോ ഓപ്പോസിറ്റ് 4k ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റിയ ഹൈപ്പോട്ട്ന്യൂസ് ഇറ്റ്സ് നത്തിങ് ബട്ട് എന്താ 5k. സോ കെയും കെയും പോയി ദി ആൻസർ ഇസ് 4/5. സോ സൈൻ എ 4/5. സൈൻ കിട്ടിക്കഴിഞ്ഞാൽ ടക്കെന്ന് ഒരാളെ പറയാൻ പറ്റും. അതാരാ? കൊസീക് എ. പറയൂ, എന്താണ് കൊസീക് എ? സൈനിന്റെ റെസിപ്രോക്കൽ, സൈനിനെ തിരിച്ചിടുക, 4/5 തിരിക്കുക 5/4 കഴിഞ്ഞു. കോസ് ആണ്, കോസ് ഈക്വൽ ടു കോസ് മക്കളെ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, അഡ്ജസെന്റ് 3k ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ് ഇറ്റ്സ് 5k. 3യും 5യും പോയി ഇറ്റ്സ് 3/5. സോറി, കെയും പോയി 3/5. ആൻഡ് ഫൈനലി സി കെ എന്ന് പറയുമ്പോൾ കോസിന്റെ റെസിപ്രോക്കൽ, സോ 3/5 തിരിച്ചു 5/3. ഇതാണ് 6 പേര്. എനിക്കെന്തത് കാണുമ്പോൾ ഒരു മോഹം വന്നു. ആ മോഹം മറ്റൊന്നുമല്ല, എന്താണ് സൈൻ ബി? സൈൻ ബി ഓടിപ്പോയി നോക്കുക. ആംഗിൾ ബി ഇതാണ് മക്കളെ. ആംഗിൾ ബി വേണ്ട, സൈൻ സി കേട്ടോ. ആംഗിൾ ബി 90 ആണ്, അത് വേണ്ട, നമ്മൾ പഠിക്കട്ടോ. 90 പഠിക്കട്ടോ, പിന്നെ പഠിക്കാം. ആംഗിൾ സി, ഇതാണ് ആംഗിൾ സി. ഓക്കെ, സോ സൈൻ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അത് മാറ്റില്ല. പക്ഷെ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് അതാരാ? അത് 3k ആണ്. അവിടെയാണ് കളി. 3k ആൻഡ് ഹൈപ്പോട്ടനസ് ഇറ്റ്സ് നത്തിങ് ബട്ട് 5k. സോ ദി ആൻസർ ഇസ് 3/5. കണ്ടോ? സോ സൈൻ സി എന്ന് പറയുന്നതും സൈൻ എ എന്ന് പറയുന്നതും രണ്ട് ആൾക്കാരാണ്. സൈൻ എ 4/5ഉം സൈൻ സിയോ 3/5. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഞാനെന്ത് സൈൻ സിയും കൂടിയും നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു. സോ എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു. സോ ഇങ്ങനത്തെ രസകരമായ വീഡിയോസിന് വേണ്ടി എല്ലാവരും സൈലം ക്ലാസ് 10 CBS യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇതിൻ്റെ 1 ഷോട്ട് റിവിഷൻ ആവശ്യമുണ്ടെന്ന് എല്ലാ മക്കളും കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അതിവേഗം ഈ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സീ യു ഓൾ, താങ്ക് യു. ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ അതിഗംഭീരമായ ചോദ്യങ്ങൾ, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 3 സൈൻ എന്ന് പറഞ്ഞ 1 ആണെങ്കിൽ എന്താണ് സീക്കേൻ്റെ വാല്യൂ? മക്കളെ ഈസി. എങ്ങനെയാ? 3 സൈൻ എ അഥവാ സൈൻ എ എന്തായിരിക്കും? ആ കിടക്കുന്ന 3 നേരെ അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആയിട്ട് മാറി 1/3. ഇതാണ് സൈൻ എ. ട്രയാങ്കിൾ വരയ്ക്കാം, വേറെ ഒന്നുമില്ല. എങ്ങനെ ട്രയാങ്കിൾ വരച്ചു? 2021 CBSE ബോർഡ് എക്സാമിന് ചോദിച്ചാ കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ആൻഡ് ഇവൻ എ എന്ന് വിളിച്ചു, ഇത് ബി, ഇത് സി. സോ സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് മറക്കരുത് കേട്ടോ. സോ ഓപ്പോസിറ്റ് 1 ആണ് ആൻഡ് ഹൈപ്പോട്ടനസ് ഇറ്റ്സ് 3. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് ആരായിരിക്കും? കെ ഇടാൻ മറക്കണ്ട കേട്ടോ. കെ 1k 3k കുഴപ്പമില്ല. അപ്പോൾ AB² കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒറ്റ ഫോർമുലേ ഉള്ളൂ. AB² + BC² = AC². സോ കണ്ടുപിടിക്കേണ്ട എന്താണ്? AB² ആണ്. സോ അതിനിവിടെ നിർത്തി. BC² ആണ് ഇപ്പം വന്നു. സോ AC² - BC² = AB². AC എന്ന് പറയുന്നത് 3k ആണ്. സോ 3kന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9k² മൈനസ് BC². BC 1k ആണ്. 1² പ്ലസ് ഇൻറ്റു k² ഇറ്റ്സ് 1k². ഇതാണ് AB². സോ AB² = മക്കളെ 9k² - 1k² 8k². അഥവാ AB ഇറ്റ് ഇസ് സെയിം ആസ് √8k. നിങ്ങൾക്ക് വേണമെങ്കിൽ √8നെ ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് 2√2 എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. അതായത് നമുക്ക് ഗ്രൂപ്പ് ചെയ്തു 2 അതിൽ നിന്ന് ഒരു 2നെ പുറത്തെഴുതി ഇവിടെ എഴുതി. ആൻഡ് സിംഗിൾ എപ്പോഴും ഓർത്തിരിക്കുക, റൂട്ടിൻ്റെ ഉള്ളിടുക √2. സോ അങ്ങനെയാണ് ഇത് 2√2 വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാൻ 2√2k. ഇതാണ് വരുന്നത്. ഇവിടെ എന്താ ചോദ്യം? സീക്ക് എ ആണ് ചോദ്യം. സീക്ക് സീക്ക് ആലോചിച്ചു എന്തിൻ്റെ റെസിപ്രോക്കൽ? കോസിൻ്റെ. കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്, നേരെ തിരിച്ചു ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ്. ആരാണ് ഹൈപ്പോട്ടനസ്? ഇറ്റ്സ് 3k. ആരാണ് അഡ്ജസന്റ്? അത് AB ആണ്. AB എത്രയാ? അത് 2√2k ആണ്. എഴുതി k ക്യാൻസൽ ആയി. 3 / 2√2.
ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ശരിക്കും വളരെ സുഖമായിട്ട് നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിതാ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഭാവിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രസകരമായിട്ട് CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം ഈ പറയുന്ന ക്ലാസ്സിൻ്റെ അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് റിവിഷൻ ആവശ്യമുണ്ടോ എന്ന് നിങ്ങളാണ് എന്നോട് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടൊരു വൺ ഷോട്ട് റിവിഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ hope you all enjoyed and we will meet soon. Bye bye. Signing off of Nasik from Xylem Learning. Bye bye. Thank you all. Thank you.